ആരുടെ സ്വഭാവം അറിയണമെങ്കിൽ ഒരു ആപത്ത് വരണം എന്നാലേ അറിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരിയാണ് ഇലോൺ മസ്കിൻ്റെ അവസ്ഥ. ഇലോൺ മസ്ക് അവിടുത്തെ അഥവാ ഇറാൻ്റെ എല്ലാ സംവിധാനങ്ങളും അവിടുത്തെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ ഷട്ട് ഡൗൺ ചെയ്തപ്പോൾ എടുത്ത പണി എന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഒന്ന് പറയാനുള്ളത്, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യത്തെ 30 സെക്കൻഡിനുള്ളിൽ ലൈക്ക് ചെയ്താൽ ഒരു ബാഡ് ഇമ്പാക്റ്റ് നമുക്ക് പരമാവധി കുറക്കാൻ പറ്റുമെന്ന് പറയപ്പെടുന്നുണ്ട്. താല്പര്യമുള്ളവർ ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നതിനടുത്ത് അമേരിക്കയും ഉക്രൈനും കൂടി റഷ്യ അടിക്കാൻ വേണ്ടി പോയി. ഉക്രൈനിൽ വലിയ സ്റ്റാർലിങ്ക് സംവിധാനങ്ങളൊക്കെ ഇലോൺ മസ്ക് ഓഫർ ചെയ്തു. അതങ്ങനെ മുന്നോട്ട് പോയി, വളരെ അനുസ്യൂതം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അത് കണ്ടിട്ട് ഇറാൻ എന്ന് പറയുന്ന ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് സംവിധാനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്, ഇസ്ലാമിക് റിപ്പബ്ലിക് പാർട്ടി നയിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാൻ ഭരണകൂടം അവിടുത്തെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ ഇവരെ ഒന്ന് ഒതുക്കാൻ വേണ്ടി ഷട്ട് ഡൗൺ ചെയ്തിരുന്നു. ആ സമയത്ത് നേരത്തെ ഉക്രൈനിൽ കാണിച്ചതുപോലെ തന്നെ ഇറാനിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾക്ക് അഥവാ സ്റ്റാർലിങ്ക് ഇലോൺ മസ്ക് തരാമെന്നും പറഞ്ഞ് അമേരിക്കയിൽ നിന്ന് എല്ലാ കൂടും പാടും ഒക്കെ ആയിട്ട് ഇറാനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്തുണ്ടായത് എന്നുള്ളത് നമ്മുടെ ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ പറയട്ടെ. എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു അരോചകരമായിട്ടുള്ള ഒരു നിരാശ ഏറെ ജനിപ്പിക്കുന്ന രൂപത്തിൽ ഇലോൺ മസ്കിന് ഒരു തിരിച്ചടി കിട്ടിയത്. ദ ടൈംസ് ഓഫ് ഇസ്രായേൽ, Iranian regime shut down internet, even Starlink seemingly being jammed. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള നെറ്റ് സംവിധാനങ്ങളൊക്കെ ഇറാൻ ഭരണകൂടം തന്നെ എന്നേക്കുമായിട്ട് നല്ല താൽക്കാലികമായിട്ട് ഷട്ട് ഡൗൺ ചെയ്തിട്ട് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായും മറ്റും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് അവിടുത്തെ വിമാന സർവീസൊക്കെ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട്, നേരത്തെ നമ്മൾ വീഡിയോ പറഞ്ഞതാണ്, അതുകൊണ്ട് ആ ഭാഗം പോകുന്നില്ല, എല്ലാം അരിച്ചു പെറുക്കി എല്ലാം വൃത്തി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷട്ട് ഡൗൺ ചെയ്തത്. അതിൻ്റെ ഇടയിലാണ് ഇലോൺ മസ്ക് പോയിട്ട് പറയുന്നത് ഞങ്ങൾ തരും, അഥവാ ഞങ്ങൾക്ക് പിന്നെ കുറ്റിയോ കോടാരോ ഒന്നും വേണ്ട, അതുകൊണ്ട് ആകാശം നേരെ ഇറങ്ങും, ഓർബിറ്റ് സംവിധാനമാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ആ ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷേ എന്താ എന്ന് ചോദിച്ചാൽ അവിടെയാണ് തിരിച്ചടി കിട്ടിയത്. തിരിച്ചടി കിട്ടാനുള്ള ഏറെ സഹായകമായത് അതൊരു ചൈനയുടെ കളിയാണ്, അതുപോലെ റഷ്യയുടെ സഹായം കൂടി ഉണ്ട് എന്നുള്ളത്. ആ വാർത്ത നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. റഷ്യൻ സ്റ്റാർലിങ്കിനെ തളച്ച് ഇറാൻ എന്ന ടൈറ്റിലാണ് ഇംഗ്ലീഷ് പത്രത്തിൽ കൊടുത്തത്. അതിൻ്റെ ട്രാൻസ്ലേറ്റ് ഞാൻ അങ്ങനെ തന്നെ വായിക്കുകയാണ്. റഷ്യൻ സാങ്കേതിക വിദ്യ എന്ന സംശയം, ആഗോളതലത്തിൽ ആശങ്ക, വാഷിങ്ടൺ അല്ലെങ്കിൽ ടെഹ്റാൻ. അജയ്യമെന്ന് കരുതിയിരുന്ന ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനത്തെ ഇറാൻ വിജയകരമായി ഷട്ട് ഡൗൺ ചെയ്യാൻ അഥവാ ജാമിംഗ് ചെയ്യാൻ പറ്റിയെന്ന റിപ്പോർട്ട് അസോസിയേറ്റഡ് പ്രസ് അഥവാ AP, ടൈംസ് ഓഫ് ഇസ്രായേൽ, TOI അഥവാ ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ ഷോർട്ട് ഫോം എന്നിവയാണ് ഈ നിർണായക വിവരം ലോകത്തെ അറിയിച്ചത്. ഇറാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻ്റർനെറ്റ് വിച്ഛേദം നടന്നുകൊണ്ടിരിക്കെ സ്റ്റാർലിങ്ക് കൂടി രഹിതമായത് പ്രതിഷേധക്കാർക്ക് കനത്ത തിരിച്ചടിയായി. ആരോടാ കളിച്ചതെന്ന് ചോദിച്ചാൽ ട്രംപ് ഈ ആളറിയാത്ത ആഴവും നിലവും നോക്കാതെ തുള്ളിയാൽ ഊര 2 മുറിയാവും എന്ന് പറഞ്ഞതുപോലെ ആ കാര്യങ്ങൾ സ്റ്റാർലിങ്ങിനെ കൊണ്ടെങ്കിലും അവിടുത്തെ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചാൽ പോലും നമുക്ക് അവിടെയുള്ള പ്രൊട്ടക്ഷൻ വളരെ ഭംഗിയായി ഇവിടെ വൈറ്റ് ഹൗസിലിരുന്ന് മോണിറ്റർ ചെയ്യാമെന്ന് കരുതിയ ആൾക്ക് തെറ്റുപറ്റി. അതിനെല്ലാം പിടിച്ച അവസാന പാടിയ ശരിക്കും ആരാണെന്ന് ഞാനിവിടെ പറയുന്നില്ല. ഈ ഇലോൺ മസ്ക് എവിടെയൊക്കെ എന്തൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ കൃത്യമായി ഇറാനികൾ പൊളിച്ചടക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഇലോൺ മസ്ക് ആരാണെന്ന് അറിയുമ്പോൾ അവൻ്റെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് വലിയ സംഭവമായിട്ട് ഇലോൺ മസ്കിനെയൊക്കെ തലയിൽ ചൂടി നടക്കുന്ന ആളോട് പറയട്ടെ, ഇവരുടെയൊക്കെ തനി സ്വഭാവം ഇതാണെന്ന് മനസ്സിലാക്കണം. ഒരു രാജ്യത്തെ അതിക്രമത്തിലേക്ക് തള്ളിയിടുകയും അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും അറിയിക്കുകയും അവരുടെ സംവിധാനങ്ങളൊക്കെ അതിനുവേണ്ടി അൺലിമിറ്റഡായിട്ട് തുറന്നു കൊടുക്കുകയും ചെയ്ത ആ ആൾ ഇപ്പോൾ അയാൾ കരഞ്ഞിരിക്കുക. കാരണം ഇത്ര നാളില്ലാത്ത എതിരിടലാണ് അല്ലെങ്കിൽ ജാമിംഗ് ആണ്. ഈ ലോകം തന്നെ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധമായിട്ടാണ്. ഇത്രയും വലിയ സംവിധാനങ്ങൾ ഇറാനുണ്ടോ എന്നാണ് അവർ ആലോചിച്ചു പോയത്. സഹായിക്കാൻ റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധക്കാർക്ക് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റുകാർക്ക് കൂടുതൽ കാര്യങ്ങൾ നീക്കുന്നതിലും അഥവാ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും ഒറ്റപ്പെട്ടവനെ കൊണ്ടുപോയാൻ IRGC വരികയും അവർക്ക് നല്ല രീതിക്ക് കമ്മ്യൂണിക്കേഷൻ ലോക്കലായിട്ട് അവർക്ക് സാധിപ്പിക്കാനും സാധിച്ചതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഓപ്പറേഷൻ സക്സസ് ചെയ്യാൻ IRGCക്ക് സാധിച്ചിട്ടുണ്ട്, അഥവാ ഇറാൻ റവല്യൂഷണറി ഗാർഡ്.
80% സേവനവും തടസ്സപ്പെട്ടു. സൈബർ സുരക്ഷാ വിദഗ്ധനായ അമീർ റാഷിദിയുടെ റിപ്പോർട്ട് പ്രകാരം ഇറാൻ്റെ പല ഭാഗങ്ങളിലും സ്റ്റാർലിങ്ക് ഡാറ്റ കൈമാറ്റത്തിൽ 80%-ലധികം കുറവുണ്ടായിട്ടുണ്ട്. ഇത് വെറും GPS അഥവാ GPS ജാമ്യം അല്ലെന്നും മറിച്ച് അതീവ സങ്കീർണമായ സൈനിക സാങ്കേതിക സംവിധാനം കൊണ്ടും ഉണ്ടാക്കിയെടുത്തതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. GPS ആ സംവിധാനത്തെ മറികടക്കാൻ ഏത് രാജ്യത്തിനും സംവിധാനങ്ങളുണ്ട്. പക്ഷേ സ്റ്റാർലിങ്ക് പോലത്തെ ഹൈ എൻഡ് ലെവലിലുള്ള അത്രയും ഡെൻസിറ്റിയുള്ള ഈ സംവിധാനങ്ങൾ എങ്ങനെ മറികടന്നു എന്നുള്ളതിൽ ഇപ്പോഴും ലോകം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ആലോചിക്കുക എത്ര പെട്ടെന്ന് ഇങ്ങനെ സാധിക്കുന്നു എന്നുള്ളത്. ഉക്രൈൻ യുദ്ധത്തിൽ സ്റ്റാർലിങ്ങിനെ നേരിടാൻ റഷ്യ വികസിപ്പിച്ചെടുത്ത ടോബോൾ അല്ലെങ്കിൽ കലിംഗ പോലുള്ള അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ റഷ്യ ഇറാന് കൈമാറിയതായിട്ടാണ് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ സംശയിക്കുന്നത്. ഗെയിം ചേഞ്ചർ സ്റ്റാർലിങ്ങിനെ തടയാൻ കഴിയില്ലെന്ന വിശ്വാസം തകർന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇറാൻ്റെ ആകാശത്ത് കൂടെയുള്ള ഉപഗ്രഹ സിഗ്നലുകളെ നേരിട്ട് ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള മൊബൈൽ ജാമറുകളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. വിദഗ്ധരുടെ നിരീക്ഷണം എന്ന് പറയുന്ന ഒരു വാലറ്റും കൂടി കൊടുക്കുന്നുണ്ട്. ഇത് ആധുനിക സാങ്കേതിക വിദ്യയുടെ പരാജയമല്ല, മറിച്ച് ഇലക്ട്രോണിക് യുദ്ധമുറയിൽ ഇറാൻ കൈവരിച്ച അപ്രതീക്ഷിതമായ മുന്നേറ്റമാണെന്ന് റഷ്യയുടെ സഹായമില്ലാതെ ഇത്തരമൊരു സംവിധാനം ഒരുപക്ഷെ ഇറാന് സാധിക്കില്ല എന്നും കൂടി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇറാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇറാന് കൊടുക്കേണ്ട ക്രെഡിബിലിറ്റി തൽക്കാലം റഷ്യക്ക് കൊടുത്തിട്ട് സമാശ്വാസപ്പെടുക എന്നതാണ് ഈ പാശ്ചാത്യ സമൂഹം മുഴുവനും ആലോചിച്ചതും അങ്ങനെ തന്നെ ഇപ്പം വാർത്ത ക്ലോസ് ചെയ്യുന്നതും. ഇപ്പം എന്തുണ്ടായി എന്ന് ചോദിക്കുമ്പം 5000 കിലോമീറ്റർ ദൂരപരിധിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ഈ കാര്യത്തിന് 5000 തന്നെയാണ്. അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. 500 കൂടിപ്പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും 5000 തന്നെയാണ് കാണിക്കുന്നത്. 5000 കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാ സിഗ്നലുകളെയും നല്ല രീതിക്ക് ഊറ്റി വലിച്ചെടുത്ത് അവിടെ ഒതുക്കം നിർത്താൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ജാമർ സംവിധാനമാണ് ഇവിടെ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്ന് പറയുന്നു. എന്താണെങ്കിലും അതോടുകൂടെ അടപടലം പോയി, എല്ലാം തകർന്നു പോയി. അതോടുകൂടെ തന്നെയാണ് പ്രൊട്ടസ്റ്റുകാരും സ്വമേധയാ ഇക്കളിക്ക് നമ്മളില്ല എന്നും പറഞ്ഞ് അവർ രാജ്യം വിട്ട് പോവുകയും ചെയ്യുന്നത്. രാജ്യം വിട്ട് പോക്ക് ഇപ്പോൾ ഏതായാലും നടക്കുന്നില്ല. വിമാന സർവീസ്, ട്രെയിൻ സർവീസ് ഇല്ല. IRGCയുടെ രാജ്യാന്തര എല്ലാ ഏരിയകളിലും നല്ല രീതിക്കുള്ള കെട്ടുറപ്പോടുകൂടെ കാവൽ സംവിധാനങ്ങൾ ഓൾറെഡി ഉണ്ട്. അകത്ത് കിടന്നവൻ അകത്തന്നെ കിടന്ന് അവസാനിക്കുന്നത് വരെ നരകിക്കുക എന്ന് പറയുന്ന രീതിക്കാണ് ഇപ്പം ഇതിനു വേണ്ടി പുറപ്പെട്ട പല രാജ്യത്തിൽ നിന്നും നുഴഞ്ഞു കയറി വന്നവരൊക്കെ പെട്ടുകിടക്കുന്നത്. എല്ലാത്തിലും കൂടി തിരിച്ചടിയായിട്ട് കിട്ടിയപ്പം ഈ രാജ്യം മികച്ച പ്രകടനം നടത്തി എന്നുള്ളത് കൂടി ആ ടെക്നോളജിയുടെ ഭാഗത്തുനിന്നുകൂടി ഒരു നല്ലൊരു പേര് ഇറാന് സാധിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ട്രംപ് ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ കൂടുതൽ കാര്യങ്ങളോ ഇടപെടലുകളോ നടത്തുന്നില്ല. ഇറാൻ്റെ എണ്ണക്കപ്പലുകളൊക്കെ പോയ വഴിക്ക് പോകുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. ആദ്യം 2 തവണ ഒന്ന് പിടിച്ചു വെച്ച് പിന്നെ അതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും അനുസ്യൂതം എണ്ണ കച്ചവടം നടക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നു. എന്താണെങ്കിലും എല്ലാ അർത്ഥത്തിലും ഈ പരാജയം ഇറാനിൻ്റെ മുന്നിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇലോൺ മസ്കിനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ അർത്ഥശങ്കക്കിടയില്ലാതെ പറയാൻ പറ്റും. ഇതാണ് ഇലോൺ മസ്ക്. അയാളുടെ എല്ലാ നഗ്നമായിട്ടുള്ള ചരിത്രവും ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇറാനെതിരെ ട്വീറ്റ് ചെയ്യുന്നതിലൊക്കെ വലിയ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പെഷസ്കി ഒരു ട്വീറ്റ് ചെയ്താൽ യുവർ ഡ്രീം ഓൺലി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒരു പരിഹാസ രൂപത്തിൽ വീണ്ടും അതിനെ റീട്വീറ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. എന്താണെങ്കിലും ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ആരെയും തലയിൽ വെച്ച് സംഭവമാണെന്നും കരുതണ്ട. അതാത് ഘട്ടങ്ങൾ അയാൾ അതിന് ഓക്കെയാണ്. ഇത്തരം വിഷയങ്ങൾ ഇയാൾ ഇങ്ങനെയുള്ള ചെയ്ത ക്രൂരനായിട്ടുള്ളൊരു വ്യക്തി കൂടിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, മറ്റൊരു വിഷയത്തിൽ കാണാം. എല്ലാവർക്കും നന്ദി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.